അട്ടപ്പാടിയിൽ വീണ്ടും ശിശുമരണം. ഒരു വർഷത്തെ മാധ്യമ വാർത്തകൾ നോക്കിയാൽ അറിയാം ഈ വീണ്ടും എന്ന വാക്ക് നമ്മൾ എത്ര തവണ ഉപയോഗിച്ചിട്ടുണ്ടെന്ന്. ഈ വർഷവും, അതായത് 2024 4 മാസം പോലും പിന്നിട്ടിട്ടില്ല. 4 കുഞ്ഞുങ്ങളുടെ ജീവനാണ് ജനിച്ച ദിവസങ്ങൾക്കും മാസങ്ങൾക്കുമുള്ളിൽ ഇല്ലാതായത്. പട്ടിണിയും ദാരിദ്ര്യവും കൊണ്ട് മരിച്ചു വീഴുന്ന കുഞ്ഞുങ്ങൾ. ലോകോത്തര നിലവാരത്തെക്കുറിച്ച് വാതോരാതെ സംസാരിക്കുന്ന കേരളത്തിൽ ഇനിയും കുഞ്ഞുങ്ങൾ തൂക്കമില്ലാതെ അനാരോഗ്യത്തിൽ മരിക്കുകയാണ്. സർക്കാർ നൽകുന്ന കണക്കുകൾ പോലും അട്ടപ്പാടിയിൽ സംഭവിക്കുന്നതിന്റെ ഭീകരത വെളിപ്പെടുത്തുന്നതാണ്. ഈ വർഷം 4 കുഞ്ഞുങ്ങൾ, 2023 4 കുഞ്ഞുങ്ങൾ, 2022 12 പേർ, 2021 8, 2020 10, അങ്ങനെ നീളുന്നു കണക്കുകൾ. എന്നാൽ ഈ കണക്കുകൾ രേഖകളിലുള്ളതാണ്. കുഞ്ഞ് ജനിച്ചതിന് ശേഷം മരിക്കുന്നത് മാത്രമേ സർക്കാർ ഈ കണക്കിൽ പെടുത്തുകയുള്ളൂ. അബോഷനായി പോകുന്നവർ, അനാരോഗ്യത്താൽ അബോഷൻ ചെയ്യാൻ നിർബന്ധിക്കപ്പെടുന്നവർ, ചാപിള്ളയെ പ്രസവിക്കേണ്ടി വരുന്നവർ, ഗർഭാവസ്ഥയിൽ മരിക്കുന്നവർ, എങ്ങനെ നഷ്ടമായാലും ഒരു കുഞ്ഞു തന്നെയാണ് മരിക്കുന്നത്. ആ കണക്കുകൾ കൂടി പരിശോധിച്ചാൽ മരണക്കണക്കുകൾ ഇരട്ടിയോ 3 ഇരട്ടിയോ കൂടും. പോഷകാഹാരക്കുറവാണ് കാരണമെന്നറിയാം. വർഷങ്ങളായി കണക്കില്ലാത്ത കോടികൾ അട്ടപ്പാടിക്കായി ചെലവാക്കുന്നുമുണ്ട്. എന്നാൽ അതെല്ലാം എവിടെ പോയി എന്ന് മാത്രം അറിയില്ല. പോഷക ശോഷണത്തിന്റെ അടിസ്ഥാന കാരണങ്ങൾ അവരുടെ കൃഷിയുടെ അപജയവും ഭൂമിയുടെ അന്യാധീനപ്പെടലുമാണ്. അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ലാക്ടസും പട്ടികക്ഷേമ വകുപ്പും നടത്തിയ പഠനം ഇവിടുത്തെ ടീനേജ് പെൺകുട്ടികളിൽ 89% പോഷക ശോഷണം നേരിടുന്നവരാണ്. എന്തുകൊണ്ട് അട്ടപ്പാടിയിലെ ആദിവാസി അമ്മമാർ, എന്തുകൊണ്ട് വയനാട്ടിലെ ആദിവാസി അമ്മമാർ മാത്രം പോഷണ ശോഷണം നേരിടുന്നു, എല്ലിച്ചവരായി മാറുന്നു എന്നുള്ളത് ഒരു ചോദ്യമാണ്. അവരുടെ ഹീമോഗ്ലോബിൻ്റെ അളവ് പലപ്പോഴും വളരെ താഴെയാണ്. 2നും 10നും ഇടയിലാണ് ഇവിടുത്തെ പെൺകുട്ടികളുടെ ഹീമോഗ്ലോബിൻ്റെ അളവ്. ഈ ഹീമോഗ്ലോബിൻ്റെ അളവുള്ളവർ പ്രസവത്തിലേക്ക് അടുക്കുമ്പോൾ അവരുടെ പ്രസവം നേരത്തെയാകുകയും 7ാം മാസവും 6ാം മാസവും ആക്കുകയും അതിനു മുമ്പ് അബോർഷൻ സംഭവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഇന്ന് ഇവിടുത്തെ ആരോഗ്യാവസ്ഥയിൽ കാണാൻ പറ്റും. പ്രധാന കാരണമെന്ന് പറയുക ഇവരുടെ കൃഷിയുടെ അപജയം. മാറ്റം വന്നിട്ടുണ്ട്. തമ്പ് നടത്തിയ പഠനമായിക്കോട്ടെ, ഇക്ബാലിൻ്റെ പഠനമായിക്കോട്ടെ, അന്ന് നടത്തിയ പ്രസവം നടന്ന കുഞ്ഞിനെ ഇക്ബാൽ സാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് 25 കിലോ ഉള്ള കുട്ടിയാണ് പ്രസവത്തിന്. എന്തുകൊണ്ട്? മിനിമം 145 ഉയരവും 45 കിലോയും വേണം ഒരു ഗർഭിണിക്ക്. ഒരു പെൺകുട്ടി വിവാഹിതയാകണമെങ്കിൽ അത്രയെങ്കിലും മിനിമം വേണമെന്നാണ് ഹെൽത്ത് സ്റ്റാറ്റസ് പറയുന്നത്. നമ്മുടെ കുട്ടികൾ വളരെ ശോഷിച്ചതാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലുള്ള വളരെ കുട്ടികളുടെ ഞങ്ങളെല്ലാം മണ്ഡലം പുറത്തുവിട്ടതിന് ശേഷമാണ് 1001 ദിനങ്ങളെല്ലാം വന്നത്. MCP കാർഡ് സജീവമാകുന്നത്. വളരെ കൃത്യമായ അത്തരം ഇടപെടലുകൾ ഹെൽത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടെങ്കിലും ഊര് തലത്തിലുള്ള അവർ ഊരിൽ തന്നെ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന രീതിയിലേക്ക് അവരെ ബോധവൽക്കരിച്ചുകൊണ്ടും അവരെ മാറ്റി തീർത്തുകൊണ്ടും സാമ്പത്തികമായും സാമൂഹ്യപരമായും അവരെ എങ്ങനെ മാറ്റി തീർക്കാം എന്നതിനെക്കുറിച്ചും ആലോചിക്കേണ്ടതുണ്ട് എന്നാണ്. 1980കളിലെ കണക്കനുസരിച്ച് ITDP രേഖ തന്നെ പറയുന്നു 10,548 ഏക്കർ ഭൂമി ആദിവാസികളുടേതായി അന്യാധീനപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആളോഹരി എന്ന് പറയുന്നത് ഏകദേശം 6 ഏക്കർ വീതം നഷ്ടപ്പെട്ടു എന്നാണ് അന്നത്തെ കണക്ക്. അതിൽ നിന്നും ഭിന്നമൊന്നുമല്ല ഇപ്പോഴത്തെ അവസ്ഥ. അന്ന് ആദിവാസി ഭൂമി അന്യാധീനപ്പെട്ടു എങ്കിൽ ഇന്ന് പാട്ടത്തിനും എല്ലാം എടുത്തുകൊണ്ട് ആദിവാസി അല്ലാത്തവർ കൃഷി ചെയ്യുന്ന ഒരു രീതി. ഇതെല്ലാം നിയമം മൂലം നിർത്തലാക്കേണ്ടതുണ്ട്. 1200ഓളം ഏക്കർ ഭൂമി ഇവിടെ വ്യക്തിഗതാവകാശങ്ങൾ കൊടുത്തു. പക്ഷേ കമ്മ്യൂണിറ്റിയുടെ റൈറ്റ്സ് കൊടുത്തിട്ടില്ല. കമ്മ്യൂണിറ്റി റൈറ്റ്സ് ആണെങ്കിൽ എന്താ? വനവിഭവങ്ങളുടെ ശേഖരണം, മത്സ്യബന്ധനം, അതുപോലെ തന്നെ തേൻ, കുന്തിരിക്കം പോലുള്ളവ എടുക്കുന്നത്, അതിനോടൊപ്പം തന്നെ ഈറ്റ പോലുള്ള വളരെ ക്രിയാത്മകമായി ഈറ്റയെല്ലാം എടുത്തുകൊണ്ട് മുള ഉൽപ്പന്നങ്ങളെല്ലാം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അവർ മാറിയാൽ CFR കിട്ടിയ കമ്മ്യൂണിറ്റികൾ സാമ്പത്തികമായി ഉയരുകയും മൂലധന ശാക്തീകരണം സാധ്യമാകുകയും ചെയ്യും. അങ്ങനെയുള്ള മൂലധന ശാക്തീകരണം സാധ്യമാകുന്ന എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ, കുടിൽ വ്യവസായമായിക്കോട്ടെ, കൃഷി ആയിക്കോട്ടെ, മറ്റ് ഇതുപോലുള്ള CFR പോലുള്ള പ്രവർത്തനങ്ങളുടെ മാനേജ്മെൻറ്റ് കമ്മിറ്റി ഉണ്ടാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളായി അവരിലേക്ക് മൂലധനം ഒഴുകുന്ന രീതിയിൽ നോക്കൂ. 11,144 കുടുംബങ്ങളാണ്. കോടികളുടെ ഒഴുക്ക് നടന്നിട്ടുണ്ട്. എന്തുകൊണ്ട് ഒരു കുടുംബത്തിന് പോലും പട്ടിണിയില്ലാതെ പരിരക്ഷയില്ലാതെ ജീവിക്കാനാകുന്നില്ല? ശിശുമരണം ഞങ്ങളൊരു സംഘടന, ആദിവാസി സംഘടന എന്ന നിലയിൽ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് 2012-ലാണ്. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള സ്റ്റഡി നടത്തുന്നത് 13-ലും 14-ലുമാണ്. 15-ലാണ് അത് റിലീസ് ചെയ്യുന്നത്. അന്നത്തെ മരണനിരക്കിൽ നിന്നും ഇന്ന് കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് ഒരു സ്വാഭാവികമായ കുറയലാണ്. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഗവൺമെൻറ്റുകൾ ഇടപെടുന്നുണ്ട് എന്നുള്ളത് സത്യമാണ്. പക്ഷേ ഊര് തലത്തിലുള്ള ശാക്തീകരണം സാധ്യമാക്കുന്ന രീതിയിലുള്ള വളരെ ക്രിയാത്മകവും അതുപോലെ തന്നെ വളരെ
ഫോക്കസ്ഡുമായുള്ള പ്രവർത്തനങ്ങളുടെ അഭാവമുണ്ട് എന്നാണ് ഈ ശിശുമരണം തടഞ്ഞു നിർത്താൻ നമുക്ക് പറ്റാത്തതിൽ നിന്ന് കാണുന്നത്. 2013 മരണനിരക്ക് 40 പിന്നിട്ടപ്പോഴാണ് കമ്മ്യൂണിറ്റി കിച്ചൺ എന്ന ആശയം വന്നത്. പോഷകാഹാര സമ്പുഷ്ടമായ ഭക്ഷണം ഒരു നേരമെങ്കിലും ലഭ്യമാക്കുക എന്നതായിരുന്നു ഉദ്ദേശം. എന്നാൽ സാമ്പാറും ചോറും വിതരണം ചെയ്യുന്ന കമ്മ്യൂണിറ്റി കിച്ചണുകൾ അതാണ് ഇവിടെ കണ്ടത്. പോഷകാഹാരമില്ല, ആരോഗ്യവുമില്ല, നിങ്ങൾ പണിക്കും പോകണമെന്നില്ല, ഒരു നേരം ഭക്ഷണം ഇവിടെ വന്ന് കഴിക്കാം, ഇല്ലെങ്കിൽ വീട്ടിലേക്ക് അത് എടുത്തുകൊണ്ടുപോകാം. ഇതാണ് അവസ്ഥ. ചില ഊരുകളിൽ സാമ്പത്തിക പ്രതിസന്ധി മൂലം കമ്മ്യൂണിറ്റി കിച്ചൺ പ്രവർത്തിക്കുന്നില്ല. ഗർഭിണികളായ അമ്മമാർക്ക് വേണ്ടി തുടങ്ങിയ പദ്ധതികളുടെ പൈസയും മുടങ്ങിയിരിക്കുകയാണ്. കമ്മ്യൂണിറ്റി കിച്ചൺ ഒരു ഭാഗത്ത് കൊടുക്കുമ്പോൾ പോലും ഇത്തരം സംഗതികൾ നടക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരോഗ്യപരമായിട്ട് അട്ടപ്പാടിയിൽ ആദിവാസികൾ നേരിടുന്ന പ്രതിസന്ധി എന്ന് പറയുന്നത് ആരോഗ്യ പ്രതിസന്ധിയാണ്. അതിന് പ്രധാന കാരണം എന്ന് പറയുന്നത് അവരുടെ കാർഷിക സംസ്കൃതി ഇല്ലാതായി, അവരുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റം, ഇതെല്ലാം തന്നെയാണ് ഇപ്പോൾ ആദിവാസികൾ നേരിടുന്ന പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ ഫണ്ട് ഇതിപ്പം ചോറുണ്ടാക്കി ചിലപ്പോൾ 1-2 മാസം കഴിഞ്ഞിട്ടാണ് ഫണ്ട് കൊടുക്കുന്നത്. നമ്മളിത് പോഷകാഹാരം നിവാരണം ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ ഈ സംഗതി നടപ്പിലാക്കുന്നത്. പക്ഷേ ഇത് ഫുഡ് ഉണ്ടാക്കുന്നവർ പൈസ എടുത്തിട്ട് ഈ സാധനം മേടിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴും നിലവിലുള്ളതെന്നാണ് ഈ കഞ്ഞിവെക്കുന്ന അമ്മമാർ പറയുന്നത്. കമ്മ്യൂണിറ്റി കിച്ചൺ അല്ല, ഭൂമി തിരകെത്തുന്ന കൃഷി ചെയ്യാൻ അനുവദിക്കണമെന്നാണ് അട്ടപ്പാടിയിലെ ആദിവാസികൾക്ക് പറയാനുള്ളത്. ആദിവാസികൾ കഴിച്ചു പരിചയിച്ച അവരുടെ ആരോഗ്യത്തിന്റെ ബലമായിരുന്ന മില്ലറ്റുകൾ അത് തിരികെ വേണം. അതിനായി മില്ലറ്റ് പദ്ധതിയെല്ലാം വഴിയിലുണ്ട്. എന്നാൽ അതൊന്നും വേണ്ട ഫലം കാണുന്നില്ല. 180 ഊരുകൾ, 10,000 കുടുംബങ്ങൾ, അവരിലേക്ക് ഇറങ്ങാൻ പാകത്തിനുള്ള വലിയ സർക്കാർ സംവിധാനങ്ങളും അനുവദിക്കപ്പെടുന്ന കോടികളും, ഇതെല്ലാം എവിടെ പോയി? തൂക്കക്കുറവും പോഷകക്കുറവുമുള്ള അമ്മമാരും അവരുടെ വയറ്റിൽ നിന്ന് പുറത്തെടുക്കുന്ന ചാവിള്ളകളും കേരളത്തോട് ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ ഈ സമൂഹവും സർക്കാരും ബാധ്യസ്ഥരാണ്.